നിങ്ങളുടെ ചിന്തകളെക്കുറിച്ച് ബോധമുണ്ടാവണം. സ്വന്തം ശക്തിയെക്കുറിച്ചുള്ള ബോധമാണ് ആ ശക്തിയെ ബോധമണ്ഡലത്തിൽ നിലനിർത്തലാണ് നിങ്ങളുടെ യഥാർത്ഥ ശക്തി. നിങ്ങൾ ശ്രദ്ധിക്കാതിരുന്നാൽ നിങ്ങളുടെ മനസ്സ് നിയന്ത്രണം വിട്ട് പായുന്ന ഒരു തീവണ്ടി പോലെയാകും. അത് നിങ്ങളെയും വഹിച്ചുകൊണ്ട് കഴിഞ്ഞകാല ചിന്തകളിലേക്ക് കുതിക്കും. അവിടെ നിന്ന് പഴയ കാലത്തെ ചില അനിഷ്ട സംഭവങ്ങളെ പെറുക്കിയെടുത്ത് അത് നിങ്ങളെ ഭാവി ചിന്തയിലേക്ക് കൊണ്ടുപോകും. ആ അനിഷ്ട സംഭവങ്ങളെ ഭാവിയിലേക്ക് സന്നിവേശിപ്പിക്കും. കടിഞ്ഞാണില്ലാത്ത ഈ ചിന്തകൾ പലതിനെയും സൃഷ്ടിക്കുകയും ചെയ്യും. ഉണർവോടെ ഇരിക്കുമ്പോൾ നിങ്ങൾ വർത്തമാനകാലത്തിൽ ഉണ്ടാവും. നിങ്ങളുടെ ചിന്തകൾ എന്താണെന്ന് നിങ്ങൾ അറിയും. നിങ്ങളുടെ ചിന്തകൾ നിങ്ങളുടെ നിയന്ത്രണത്തിലാണ്. അതുതന്നെയാണ് എല്ലാ ശക്തിയുടെയും ആസ്ഥാനം. എങ്ങനെയാണ് കൂടുതൽ ബോധവാനാവുക? അതിനുള്ള ഒരു വഴി ഞാൻ എന്താണ് ചിന്തിക്കുന്നത്, ഇപ്പോൾ എന്നിലുള്ള വികാരാനുഭവം എന്താണ് എന്ന് സ്വയം ചോദിക്കുക എന്നതാണ്. ചോദിക്കുന്ന നിമിഷത്തിൽ തന്നെ നിങ്ങളിൽ ആ ബോധം ഉണരുന്നു. കാരണം നിങ്ങൾ മനസ്സിനെ വർത്തമാനകാലത്തിലേക്ക് തിരികെ കൊണ്ടുവന്നിരിക്കുന്നു. നമ്മൾ ചിന്തിക്കുമ്പോഴെല്ലാം ഇപ്പോൾ എന്ന അവസ്ഥയെക്കുറിച്ചുള്ള ബോധത്തിലേക്ക് സ്വയം കൊണ്ടുവരിക. ദിവസേന 100 കണക്കിന് തവണ ഇത് ആവർത്തിക്കുക. എന്തുകൊണ്ടെന്നാൽ ഓർക്കുക, നിങ്ങളുടെ ശക്തി എന്നത് നിങ്ങളുടെ ശക്തിയെക്കുറിച്ചുള്ള നിങ്ങളുടെ ബോധമാണ്. ഓർമ്മിക്കുക എന്ന വാക്കുകളിലൂടെയുള്ള മൈക്കിൾ ബെർണാഡ് ബെക്ക്വിത്ത് ശക്തിയെക്കുറിച്ചുള്ള അവബോധം എന്ന ആശയത്തിൻ്റെ ആകെ തുക വ്യക്തമാക്കുന്നു. ഈ വാക്കുകൾ എൻ്റെ ജീവിതത്തിൻ്റെ തീം സോങ്, പ്രതിപാദന ഗാനമായി മാറിയിരിക്കുന്നു. എൻ്റെ മനസ്സ് നിയന്ത്രണം വിട്ടു പോവുകയും നിലവിട്ട് പെരുമാറുകയും ചെയ്യാൻ തുടങ്ങുമ്പോഴൊക്കെ സ്വയം കൂടുതൽ ബോധം നേടുന്നതിനും അതിലൂടെ ഓർമ്മിക്കുന്നതിനു വേണ്ടി എന്നെ ചെറുതായൊന്ന് തട്ടി ഉണർത്താൻ ഞാൻ പ്രപഞ്ചത്തോട് ആവശ്യപ്പെടാറുണ്ട്. ഈ തട്ടി ഉണർത്തൽ ഞാൻ അറിയാതെ എന്തിലെങ്കിലും മുട്ടുന്നതായോ എൻ്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും താഴെ വീഴുന്നതായോ ഒരു വലിയ ശബ്ദമായോ സൈറൻ മുഴങ്ങുന്നതായോ ഒക്കെ സംഭവിക്കാം. ഈ സൂചന കിട്ടിയാലുടൻ ഞാൻ സ്വയം ചോദിക്കും, എന്താണ് ഞാനിപ്പോൾ ചിന്തിക്കുന്നത്? എൻ്റെ വികാരാനുഭവം എന്താണ്? എനിക്ക് അതിനെക്കുറിച്ച് ബോധമുണ്ടോ? ഞാൻ ഇത് ചെയ്യുന്ന നിമിഷത്തിൽ എനിക്ക് അതേക്കുറിച്ച് ശരിയായ ബോധം ഉണരുന്നു. എനിക്ക് ബോധമുണ്ടോ എന്ന് നിങ്ങൾ സ്വയം ചോദിക്കുന്ന ആ നിമിഷത്തിൽ നിങ്ങൾ അതിലേക്ക് എത്തുന്നു. നിങ്ങൾക്ക് ബോധം കൈവരുന്നു. ശക്തിയുടെ യഥാർത്ഥ രഹസ്യം ആ ശക്തിയെക്കുറിച്ചുള്ള ബോധം തന്നെയാണ്. ചാൾസ് ഹാനൽ. ഈ രഹസ്യത്തിൻ്റെ ശക്തിയെക്കുറിച്ച് നിങ്ങൾ ബോധവാനാകുമ്പോൾ, അത് ഉപയോഗിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം ലഭിക്കുന്നു. ആകർഷണ നിയമത്തെക്കുറിച്ച് നിങ്ങൾ കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കി തുടങ്ങിയാൽ ചോദ്യങ്ങൾ ചോദിക്കുക എന്ന ഒരു ശീലം വളർത്തിയെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഓരോ ചോദ്യത്തിനും ഉത്തരം ലഭിക്കും. ആ ആവശ്യത്തിനായി ഈ പുസ്തകം നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഏതെങ്കിലും ഒരു ചോദ്യത്തിന് ഉത്തരം ലഭിച്ചില്ലെങ്കിൽ, ജീവിതത്തിലെ ഏതെങ്കിലും ഒരു കാര്യത്തിന് മാർഗനിർദ്ദേശം നിങ്ങൾ തേടുകയാണെങ്കിൽ അത് ചോദിക്കുക. നിങ്ങൾക്കത് കിട്ടുമെന്ന് വിശ്വസിക്കുക. എന്നിട്ട് ഈ പുസ്തകത്തിലെ ഏതെങ്കിലും ഒരു പേജ് തുറക്കുക. നിങ്ങൾ തുറക്കുന്ന ആ പേജിൽ നിങ്ങളുടെ ചോദ്യത്തിന് ഉത്തരം, നിങ്ങൾ തേടുന്ന മാർഗനിർദ്ദേശം നിങ്ങൾക്ക് കാണാം. സത്യത്തിൽ ഈ പ്രപഞ്ചം നിങ്ങളുടെ ജീവിതത്തിലുടനീളം നിങ്ങൾക്ക് ഉത്തരങ്ങൾ തന്നുകൊണ്ടിരിക്കുന്നതായിരുന്നു. പക്ഷേ അതിനെക്കുറിച്ചുള്ള ബോധമില്ലാതിരുന്നാൽ നിങ്ങൾക്ക് അവ സ്വീകരിക്കാൻ കഴിയില്ല. നിങ്ങളുടെ ചുറ്റുമുള്ള എല്ലാറ്റിനെക്കുറിച്ചുള്ള ബോധമുണ്ടാവണം. കാരണം ഓരോ നിമിഷവും നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഉത്തരങ്ങൾ നിങ്ങളിലേക്ക് എത്താൻ എണ്ണമറ്റ വഴികളുണ്ട്. പത്രത്തിൽ നിങ്ങളുടെ ശ്രദ്ധ ആകർഷിക്കുന്ന ഒരു തലവാചകത്തിലൂടെ ആവാം. മറ്റാരോ സംസാരിക്കുന്നത് കേൾക്കാൻ ഇടയാകുന്നതിലൂടെയാവാം. റേഡിയോവിൽ കേൾക്കുന്ന ഒരു ഗാനത്തിലൂടെയാവാം. അതുവഴി കടന്നുപോകുന്ന ഒരു വാഹനത്തിൽ കണ്ട ഒരു പരസ്യത്തിലൂടെയാവാം. അല്ലെങ്കിൽ പെട്ടെന്നുണ്ടാകുന്ന ഒരു പ്രചോദനത്തിലൂടെയാവാം. ഓർമ്മിക്കുക, ബോധത്തോടെ ഇരിക്കുക. സ്വന്തം ജീവിതത്തിലും മറ്റുള്ളവരുടെ ജീവിതത്തിലും ഞാൻ ശ്രദ്ധിച്ച കാര്യം, നമ്മൾ നമ്മളെക്കുറിച്ച് വേണ്ടത്ര നല്ലത് ചിന്തിക്കുന്നില്ല, നമ്മൾ പൂർണ്ണമായി സ്വയം സ്നേഹിക്കുന്നില്ല എന്നതാണ്. നമ്മൾ സ്വയം സ്നേഹിക്കാതിരുന്നാൽ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം നമ്മളിലേക്ക് എത്തിച്ചേരില്ല. സ്വയം സ്നേഹിക്കാതിരിക്കുമ്പോൾ വാസ്തവത്തിൽ നമ്മൾ അവയെ നമ്മളിൽ നിന്ന് തള്ളി അകറ്റുകയാണ്. നമ്മൾ ആഗ്രഹിക്കുന്നതിനെല്ലാം, അതെന്തുമാകട്ടെ, പ്രചോദനം സ്നേഹമാണ്. യുവത്വം, പണം, ഉത്തമ പങ്കാളി, ജോലി, നല്ല ശരീരം, ആരോഗ്യം ഇവയെല്ലാം നേടുക. എന്നാൽ സ്നേഹം എന്ന വികാരം അനുഭവിക്കലാണ്. എന്തിനെയെങ്കിലും നമ്മളിലേക്ക് ആകർഷിക്കണമെങ്കിൽ നമ്മൾ സ്നേഹം പ്രസരിപ്പിക്കണം. അപ്പോൾ അവയെല്ലാം തൽക്ഷണം പ്രത്യക്ഷമാവും. പക്ഷേ സ്നേഹത്തിൻ്റെ ഏറ്റവും ഉന്നതമായ തരംഗം പ്രസരിപ്പിക്കണമെങ്കിൽ നിങ്ങൾ സ്വയം സ്നേഹിക്കണം. ഇത് പലർക്കും ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ബാഹ്യമായതിൽ, ഇപ്പോൾ കൺമുന്നിലുള്ളതിൽ മാത്രം മനസ്സ് കേന്ദ്രീകരിച്ചാൽ നിങ്ങൾക്ക് കാലിടറിപ്പോകും. നിങ്ങളെക്കുറിച്ച് നിങ്ങൾ കാണുന്നത്, മനസ്സിൽ തോന്നുന്നത് നിങ്ങളുടെ പഴയ ചിന്തകളുടെ ഫലമാണ്. നിങ്ങൾ സ്വയം സ്നേഹിക്കുന്നില്ലെങ്കിൽ, മുൻപ് നിങ്ങൾ നിങ്ങളിൽ ഉണ്ടെന്ന് കരുതിയിരുന്ന ഒരുപാട് കുറ്റങ്ങളും കുറവുകളും നിറഞ്ഞ ഒരു വ്യക്തിയെ ആയിരിക്കും ഇപ്പോഴും നിങ്ങളുടെ പ്രതിരൂപമായി കാണുക. പൂർണ്ണമായും സ്വയം സ്നേഹിക്കാൻ കഴിയണമെങ്കിൽ നിങ്ങളെ ഒരു പുതിയ മാനത്തിൽ വീക്ഷിക്കണം. നിങ്ങളുടെ ഉള്ളിലുള്ള സാന്നിധ്യം ശരിക്കും അറിയണം. ഒരു നിമിഷം അനങ്ങാതിരിക്കുക. നിങ്ങൾക്കുള്ളിലുള്ള ജീവസാന്നിധ്യം അനുഭവിച്ചറിയുക. ആ സാന്നിധ്യത്തിൽ നിങ്ങൾ മനസ്സ് കേന്ദ്രീകരിച്ചാൽ അത് നിങ്ങൾക്ക് മുന്നിൽ സ്വയം വെളിപ്പെടും. പരിശുദ്ധമായ സ്നേഹത്തിൻ്റെയും നിർവൃതിയുടെയും വികാരമാണത്. പരിപൂർണതയാണത്. നിങ്ങൾ എന്ന പരിപൂർണത, നിങ്ങൾ എന്ന യാഥാർത്ഥ്യം, ആ സാന്നിധ്യത്തിൽ നിങ്ങളുടെ മനസ്സ് കേന്ദ്രീകരിക്കുമ്പോൾ, അതിനെ നിങ്ങൾ അനുഭവിക്കുമ്പോൾ, സ്നേഹിക്കുമ്പോൾ, ആ സാന്നിധ്യത്തെ നിങ്ങൾ സ്തുതിക്കുമ്പോൾ, നിങ്ങൾ പൂർണ്ണമായും നിങ്ങളെ സ്നേഹിക്കും. ഒരു പക്ഷേ നിങ്ങളുടെ ജീവിതത്തിൽ ആദ്യമായി എപ്പോഴെങ്കിലും വിമർശനാത്മകമായ കണ്ണുകളോടെ
നിങ്ങൾ നിങ്ങളെ തന്നെ നോക്കാൻ ഇടവന്നാൽ ഉടൻ തന്നെ നിങ്ങളുടെ ഉള്ളിലുള്ള ആ സാന്നിധ്യത്തിലേക്ക് ശ്രദ്ധ മാറ്റുക. ആ പൂർണ്ണത നിങ്ങൾക്ക് മുന്നിൽ സ്വയം വെളിപ്പെടുത്തും. അങ്ങനെ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ കാണപ്പെട്ടിരുന്ന കുറവുകളും പോരായ്മകളും മാഞ്ഞു പോകും. കാരണം ഈ സാന്നിധ്യത്തിൻ്റെ പൂർണ്ണതയ്ക്ക് മുൻപിൽ ന്യൂനതകൾക്ക് നിലനിൽക്കാൻ കഴിയില്ല. നിങ്ങൾ ഉത്തമമായ കാഴ്ചശക്തി തിരികെ നേടാനോ, രോഗം ശമിപ്പിച്ച് സ്വാസ്ഥ്യം കൈവരിക്കാനോ, ദാരിദ്ര്യം മാറി സമ്പൽ സമൃദ്ധി നേടാനോ, വാർദ്ധക്യത്തെയും ജരാനരകളെയും തടഞ്ഞു നിർത്താനോ, നിഷേധഭാവങ്ങളെ നിർമ്മാർജ്ജനം ചെയ്യാനോ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ആന്തരിക സാന്നിധ്യത്തിൽ മനസ്സ് കേന്ദ്രീകരിക്കുകയും അതിനെ സ്നേഹിക്കുകയും ചെയ്യുക. ഉദാത്തവും പൂർണ്ണവുമായ ആ സാന്നിധ്യം എല്ലാം സാക്ഷാത്കരിച്ചു തരും. ഞാൻ എന്നത് ഉദാത്തവും പൂർണ്ണവുമാണ് എന്നുള്ളതാണ് ആത്യന്തികമായ സത്യം. യഥാർത്ഥ ഞാൻ ആത്മീയമാണ്. അതിനാൽ തന്നെ അതിന് ഒരിക്കലും അപൂർണത ഉണ്ടാവില്ല. അതിന് ഒരിക്കലും ന്യൂനതകളോ പരിമിതികളോ വ്യാധികളോ ഉണ്ടാവില്ല. ചാൾസ് ഹാനൽ. രഹസ്യം രത്നച്ചുരുക്കം. എല്ലാം ഊർജ്ജമാണ്. ഊർജ്ജത്തിൻ്റെ കാന്തമാണ് നിങ്ങൾ. വൈദ്യുത ശക്തിയാൽ നിങ്ങൾ എല്ലാറ്റിനെയും നിങ്ങളുടെ ദിശയിലേക്ക് ചലിക്കാൻ ഊർജ്ജം നൽകുന്നു. നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാത്തിലും ചെന്നെത്തുന്നു. എല്ലാം ഊർജ്ജമാണ്. ഊർജ്ജത്തിൻ്റെ കാന്തമാണ് നിങ്ങൾ. വൈദ്യുത ശക്തിയാൽ നിങ്ങൾ എല്ലാറ്റിനും നിങ്ങളുടെ ദിശയിലേക്ക് ചലിക്കാൻ ഊർജ്ജം നൽകുന്നു. നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാത്തിലും ചെന്നെത്തുന്നു. നിങ്ങൾ ഒരു ആത്മീയ അസ്തിത്വമാണ്. നിങ്ങൾ ഊർജ്ജമാണ്. ഊർജ്ജം എന്നതിനെ സൃഷ്ടിക്കാനോ നശിപ്പിക്കാനോ കഴിയില്ല. അതിന് രൂപാന്തരങ്ങൾ സംഭവിക്കുക മാത്രമേയുള്ളൂ. എന്നാൽ നിങ്ങൾ എന്ന പരിശുദ്ധമായ സത്ത എന്നും ഉണ്ടായിരുന്നു, എന്നും ഉണ്ടായിരിക്കുകയും ചെയ്യും. നിങ്ങൾ ഒരു ആത്മീയ അസ്തിത്വമാണ്. നിങ്ങൾ ഊർജ്ജമാണ്. ഊർജ്ജം എന്നതിനെ സൃഷ്ടിക്കുവാനോ നശിപ്പിക്കാനോ കഴിയില്ല. അതിന് രൂപാന്തരങ്ങൾ സംഭവിക്കുക മാത്രമേ. നിങ്ങൾ എന്ന പരിശുദ്ധമായ സത്ത എന്നും ഉണ്ടായിരുന്നു, എന്നും ഉണ്ടായിരിക്കുകയും ചെയ്യും. പ്രപഞ്ചം ചിന്തയിൽ നിന്ന് ഉത്ഭവിക്കുന്നു. നമ്മൾ സൃഷ്ടിക്കുന്നത് നമ്മുടെ വിധി മാത്രമല്ല, ഈ പ്രപഞ്ചത്തിൻ്റെ വിധി കൂടിയാണ്. പ്രപഞ്ചം ചിന്തയിൽ നിന്ന് ഉത്ഭവിക്കുന്നു. നമ്മൾ സൃഷ്ടിക്കുന്നത് നമ്മുടെ വിധി മാത്രമല്ല, ഈ പ്രപഞ്ചത്തിൻ്റെ വിധി കൂടിയാണ്. ആശയങ്ങളുടെ അനന്തമായ സ്രോതസ്സ് നിങ്ങൾക്ക് ലഭ്യമാണ്. എല്ലാ അറിവുകളും കണ്ടുപിടുത്തങ്ങളും കണ്ടെത്തലുകളും പ്രപഞ്ച മനസ്സിൽ സാധ്യതകളായി നിലനിന്നിരുന്നു. മനുഷ്യ മനസ്സുകൾക്ക് കണ്ടെടുത്ത് പ്രയോഗിക്കാനായി അവ കാത്തിരിക്കുകയായിരുന്നു. നിങ്ങൾ എല്ലാം നിങ്ങളുടെ ബോധമണ്ഡലത്തിൽ സൂക്ഷിക്കുന്നു. ആശയങ്ങളുടെ അനന്തമായ സ്രോതസ്സ് നിങ്ങൾക്ക് ലഭ്യമാണ്. എല്ലാ അറിവുകളും കണ്ടുപിടുത്തങ്ങളും കണ്ടെത്തലുകളും പ്രപഞ്ച മനസ്സിൽ സാധ്യതകളായി നിലനിന്നിരുന്നു. മനുഷ്യ മനസ്സുകൾക്ക് കണ്ടെടുത്ത് പ്രയോഗിക്കാനായി അവ കാത്തിരിക്കുകയായിരുന്നു. നിങ്ങൾ എല്ലാം നിങ്ങളുടെ ബോധമണ്ഡലത്തിൽ സൂക്ഷിക്കുന്നു. നമ്മളെല്ലാം പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. നമ്മളെല്ലാം ഒന്നാണ്. നമ്മളെല്ലാം പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. നമ്മളെല്ലാം ഒന്നാണ്. നമുക്ക് കൈയൊഴിയാം കഴിഞ്ഞ കാലത്തെ കഷ്ടതകളെ, സാംസ്കാരിക നിയമാവലികളെ, സാമൂഹിക വിശ്വാസങ്ങളെ എല്ലാം. നിങ്ങൾ അർഹിക്കുന്ന ജീവിതം സൃഷ്ടിക്കുവാൻ കഴിവുള്ള ഒരേ ഒരാൾ നിങ്ങൾ മാത്രമാണ്. നമുക്ക് കൈയൊഴിയാം കഴിഞ്ഞ കാലത്തെ കഷ്ടതകളെ, സാംസ്കാരിക നിയമാവലികളെ, സാമൂഹിക വിശ്വാസങ്ങളെ എല്ലാം. നിങ്ങൾ അർഹിക്കുന്ന ജീവിതം സൃഷ്ടിക്കുവാൻ കഴിവുള്ള ഒരേ ഒരാൾ നിങ്ങൾ മാത്രമാണ്. നിങ്ങളുടെ അഭിലാഷങ്ങളെ സാക്ഷാത്കരിക്കാൻ ഒരു എളുപ്പവഴിയുണ്ട്. നിങ്ങൾ ആഗ്രഹിക്കുന്നതിനെ പരമമായ യാഥാർത്ഥ്യമായി കാണുക. നിങ്ങളുടെ അഭിലാഷങ്ങളെ സാക്ഷാത്കരിക്കാൻ ഒരു എളുപ്പവഴിയുണ്ട്. നിങ്ങൾ ആഗ്രഹിക്കുന്നതിനെ പരമമായ യാഥാർത്ഥ്യമായി കാണുക. നിങ്ങളുടെ ചിന്തകളിലാണ് നിങ്ങളുടെ ശക്തി നിലകൊള്ളുന്നത്. ബോധത്തോടെ ഇരിക്കുക. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ഓർമ്മിക്കുക. നിങ്ങളുടെ ചിന്തകളിലാണ് നിങ്ങളുടെ ശക്തി നിലകൊള്ളുന്നത്. ബോധത്തോടെ ഇരിക്കുക. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ഓർമ്മിക്കുക.